ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അമ്മ നാട്ടിൽ പോവാണ്. അമ്മയുടെ 2 മന്ത് വിസയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അമ്മേനെ കൊണ്ടുവിടാൻ പോകാനുണ്ട്. പോകുന്നതിൻ്റെ മുൻപ് ഞങ്ങളൊന്ന് ദുബായ് മാളിൽ കൂടെ കയറുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ദുബായ് മാളിലെത്തിയിട്ടാവാം. ഞങ്ങൾ ദുബായ് മാളിലേക്ക് പോകുന്നത് മെയിനായിട്ട് ഹൗസ് ഓഫ് ഹൈപ്പ് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്, അമ്മ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അമ്മേനെ ഇനി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ ടിക്കറ്റ് ഫീ വരുന്നത് പെർ ഹെഡ് 150 ദിർഹമാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു, കാരണം അജു ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അജുവിന് ഇയർലി 10 ടിക്കറ്റ്സ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ വന്നതാണ്. ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് എനിക്ക് ഇവരുടെ പേരിൻ്റെ മെയിനായിട്ടുള്ള റീസൺ മനസ്സിലായത്. ഹൗസ് ഓഫ് ഹൈപ്പ്. ശരിയാണ്, ഇത് ശരിക്കും ഹൈപ്പിൻ്റെ ഒരു ഹൗസ് തന്നെയാണ്. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് മൊത്തം ഒരു വല്ലാത്തൊരു ഫാൻറ്റസി വേൾഡാണിത്. എയ്ഡൻ ആദ്യമൊക്കെ ഒരു പേടി പോലെയായിരുന്നു. പിന്നെ അവൻ നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൻ ഈ ആൾക്കാരൊക്കെ കണ്ടതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നൊരു മിനിമം 3-4 അവർ വേണം. ഞങ്ങൾ പെട്ടെന്ന് തീർത്തായിരുന്നു എയർപോർട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻജോയ് ചെയ്യാനൊരു 3-4 അവർ മിനിമം വേണം. ഏടിന് ആൾക്കാരൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് പേടി തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ അടങ്ങി നിൽക്കും. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളതെങ്കിൽ അവൻ നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ കെട്ടി തന്നേക്കുന്ന ഈ ബാൻഡ് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ നമുക്കതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അജുവിൻ്റെ കൊളീഗ്സ് തന്നെയാണ്. ഇവരുടെ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് വളരെ കുറവാണ്. 3-4 പേരെങ്ങാനേ ഉള്ളൂ. ബാക്കി മൊത്തം വേറെ രാജ്യക്കാരാണ്.
ഇത് നല്ലൊരു ആക്ടിവിറ്റി ആട്ടോ. എനിക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഈ ബോളിൻ്റെ ഇടയിൽ വീണ് കളിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഏടെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. ഏടൻ ഈ ബോളുള്ള ആക്ടിവിറ്റീസിന് എഴുന്നേറ്റ് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവൻ നന്നായി വാശി പിടിച്ചു കരഞ്ഞു. അപ്പോൾ അവൻ്റെ വാശി ഒന്ന് മാറ്റാനായിട്ട് അജ് ഇവിടുന്ന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഏടൻ ലൈഫിൽ ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കുന്നത്. ഇത്ര കാലമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇനിയും ഇവിടെ കാണാൻ ഒരുപാടുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എയർപോർട്ട് പോകാൻ. എയർപോർട്ട് പോകുന്നതിന് മുൻപ് ഫുഡ് കഴിക്കാൻ കയറണം. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇനി ഒരു വട്ടം കൂടെ വന്നാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയൂ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കരാമയിലേക്കായിരുന്നു. ആദ്യം ഞങ്ങൾ സ്ഥിരം വരുന്നൊരു സ്പോട്ടായിരുന്നു കരാമ. പക്ഷേ ഷാർജയിലേക്ക് മാറിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വരാറില്ല. ഇവിടെ വന്നപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ്. ഞാനാണിതിൻ്റെ നല്ല ഫാനാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും കഴിക്കാൻ അജു സമ്മതിക്കാറില്ല. എന്നാൽ ഇന്ന് കണ്ടപ്പോൾ അജു പറഞ്ഞു ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് കഴിച്ചോ തരും. അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടിയ അവസരം മുതലാക്കി എല്ലാം ഓരോന്ന് കഴിച്ചു. ഏടം നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവന് ഞങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് വന്നു. എയർപോർട്ടിലെത്തി അമ്മ പോകേണ്ട തിരക്കിലായി. ഏടൻ അമ്മ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വിചാരിച്ചത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കരഞ്ഞൊന്നുമില്ല. അങ്ങനെ അമ്മേനെയും കയറ്റി വിട്ട് ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്കാണ്. ഇനി പോവുക, ഉറങ്ങുക. നല്ല ക്ഷീണമുണ്ട് നേരത്തെ ഇറങ്ങിയതുകൊണ്ടേ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.